ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നലെ ഷിയാസ് കരീമിന്റെ വീഡിയോ ചെയ്തിരുന്നേ. ഞാൻ ഷിയാസ് കരീമിനെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്താണ് ഇന്നലെ ചെയ്തിരിക്കുന്നത്. കാരണം വാർത്ത വന്ന ഉടനെ നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് പഴയ ന്യൂസാണോ പുതിയ ന്യൂസാണോ എന്നൊക്കെ. ഏതായാലും ഇപ്പൊ തീരുമാനമായി പുതിയ ന്യൂസ് തന്നെയാണ്. പക്ഷെ ഷിയാസ് കരീം വന്ന് പറയുന്നത് ഞാൻ ഇട്ടിരുന്നു ഇന്നലെ. അപ്പൊ അതിൽ പറയുന്ന 60 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. പിന്നെ രണ്ടാമത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഈ ബീഫിന്റെ ഇതൊക്കെ വന്ന് അങ്ങനെയെല്ലാം വന്ന് പിന്നെ മാരാരുമായിട്ടുള്ള ഉടക്ക് ഇതെല്ലാം കൂടെ വെച്ച് ഇപ്പൊ അത് ഒരു കെട്ടിച്ചമച്ച കഥയാണ് എന്നുള്ള ഒരു വിചാരം എന്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കർമ്മ ന്യൂസിന്റെ അകത്ത് ഷിയാസിന്റെയും ആ ലേഡിയുടെയും കൂടെയുള്ള ചാറ്റ് ആ ലേഡി പുറത്തു വിട്ടിട്ടുണ്ട്. കേസ് കൊടുക്കുമ്പോൾ പാലാരിവട്ടത്ത് കേസ് കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പൈസ 65 ലക്ഷം കൊടുത്തതിന്റെ രേഖ ആ സ്ത്രീയുടെ കയ്യിലുണ്ട്, അതല്ലാതുള്ള ചാറ്റും കയ്യിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് കേട്ടാൽ നമുക്ക് ഷിയാസ് പറയുന്ന എല്ലാം സത്യമാണ് എന്ന് പറയാൻ തോന്നുന്നില്ല കേട്ടോ. അങ്ങനെയുണ്ട്, കുറച്ചൊക്കെ കാണും. കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ ഇടുന്നുണ്ട് മാരാറുടെ ഭീഷണി ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പുറയിൽ കളിയൊക്കെ കാണും. എന്നാലും കുറച്ചെങ്കിലും കാര്യമില്ലാതെ കുറച്ചുണ്ടാവില്ല എന്നുള്ളത് ഇതിന്റെ അകത്ത് സത്യം. ചാറ്റ് കേൾക്കും നമുക്ക് 15 മിനിറ്റിന്റെ ചാറ്റെങ്ങാണ്ടാണ് കർമ്മ ന്യൂസിന്റെ അകത്ത് വന്നിരിക്കുന്നത്. ഒന്നും കെട്ടിച്ചമച്ച ചാറ്റായിട്ട് തോന്നുന്നില്ല. അതാണ് കേൾക്കുമ്പോൾ അങ്ങനെ കൂടെയുണ്ട്. അപ്പൊ ഇന്നലെ ഞാൻ ഈ ഷിയാസിനെ കളിയാക്കുന്ന ഒരാള് ഇരുന്ന് തെറിയൊക്കെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ചുമ്മാ തമാശയായിട്ട് അതൊന്ന് കേൾക്കാം. തെറിയാണ്, എന്നാലും പുള്ളിയുടെ ആ ശൈലി കേൾക്കുമ്പോൾ ചിരി വരും. എടാ ഒന്ന് കഴിഞ്ഞ് നീ താപ്പോട്ട് ഇറങ്ങിയതല്ലേ ഉള്ളു മൈരെ, അതിനും പെട്ട് അടുത്ത പണി ഒപ്പിച്ച. എടാ ഊക്ക് വാങ്ങിക്കുന്ന നിനക്ക് റെസ്റ്റ് എടുക്കണ്ടെങ്കിൽ ഊക്ക് ഇവിടുന്ന് ഞങ്ങൾക്ക് ഇച്ചിരി റെസ്റ്റ് താടാ മൈരെ. 65 ലക്ഷം മൂഞ്ചിച്ചു. പീഡന അടുത്ത കേസ് വന്നിട്ടുണ്ട്. എടാ 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 വല്ല പണിയെടുത്ത് ജീവിക്കടാ മൈരെ. ഇങ്ങനെ പാവം പിടിച്ച പെണ്ണുങ്ങളെ മൂഞ്ചിച്ച് ഇങ്ങനെ ജീവിക്കാതെ വല്ല പണിയെടുത്ത് ജീവിക്കുക. നീ ഒരു കാര്യം ചെയ്യൂ, നീ ഈ കേസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോ എത്രയും പെട്ടെന്ന് ചന്ദ്രനിൽ കുറച്ച് സ്ഥലം വാങ്ങിച്ചോ കേട്ടോ. അവിടെ ഇപ്പൊ ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. നിനക്ക് എന്തായാലും നിലത്ത് നിൽക്കാൻ നിനക്ക് സമയമില്ല. നീ ഫുൾ ടൈം എയറിൽ തന്നെ, നിന്റെ ജീവിതം എയറില്ല. അതുകൊണ്ട് നീ ചന്ദ്രനിൽ കുറച്ച് സ്ഥലം വാങ്ങി വെച്ചോ, നിനക്കതാ നല്ലത് മൈര. ഇനിയിപ്പോ ഉടനെ വരും ഇത് സംഘികളുടെ കള്ളക്കേസാണ്, സംഘികൾ കുടുക്കിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വെളുപ്പിക്കൽ ടീമുകൾ വരും. കുഴപ്പമില്ലടാ, ജയിലിലും ബീഫുണ്ട്. ആഴ്ച 2 വട്ടം ജയിലിൽ ബീഫ് കിട്ടുട്ടോ. കുറച്ചാള് ഇനി അവിടെ കിടക്ക്. ശരിക്കും കേട്ടപ്പോ ചിരി വന്നു. ചന്ദ്രനിൽ പോകുന്ന നല്ലത്. കാരണം ഏറി നിറങ്ങിയിട്ട് സമയമില്ല, മുഴുവൻ സമയം ഏറി തന്നെ. ഒരെണ്ണം കഴിയുമ്പോ ഒരെണ്ണം. പക്ഷേങ്കില് ഇതിലൊക്കെ ഇപ്പൊ പറഞ്ഞു വന്ന ഒരു സ്ത്രീ ഓൾറെഡി കേസുണ്ടല്ലോ. അപ്പൊ ആ സ്ത്രീക്ക് ഡിവോഴ്സാണ്, മുതിർന്ന കുട്ടിയുണ്ട്, അതുകൊണ്ട് അതിനെ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല എന്നൊക്കെ ഈ ഷിയാസ് കരീമിന്റെ ഉമ്മ വരെ പറഞ്ഞു. പക്ഷെ ആ സ്ത്രീയുടെയും പൈസ മേടിച്ചെടുത്തിട്ടില്ലേ. ഇങ്ങനെ മേലെ ഇറങ്ങി പണിയെടുക്കാതെ വിയർപ്പിന്റെ അസുഖം ഉണ്ടോന്നൊരു സംശയമുണ്ട്. അതായത് ഈ ജിമ്മിലൊക്കെ പോയി ബോഡി വളരെ കാര്യമാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ സബ്സ്ക്രിപ്ഷന് ലേഡികൾ വന്ന് ശരീരഭാഗം കാണിച്ച് വീഡിയോ ഇട്ട് അല്ലെ റീൽസ് ഇട്ട് പൈസ ഉണ്ടാക്കുമ്പോൾ കൈസൊക്കെ വീഡിയോ ചെയ്തിരുന്നു. ദൈവത്തിനോടൊരു പരാതിയുണ്ട്, ആണുങ്ങൾക്ക് പറയുന്ന പോലെ 2-3 സാധനമൊന്നും കൊടുത്തില്ല, പെണ്ണുങ്ങൾക്ക് മാത്രം കൊടുത്തു, അവരത് വെച്ച് പൈസ ഉണ്ടാക്കുകയാണ്. പക്ഷെ ഇവിടെ അത് തിരുത്തണം. കാരണം ഷിയാസ് കരീം ബോഡി വെച്ചാണ് ഈ പൈസയൊക്കെ ഉണ്ടാക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. കാരണം പുള്ളിക്കാരൻ ജിമ്മിലൊക്കെ പോയി ബോഡി സെറ്റാക്കി വെച്ചിട്ട് അത് കാണിച്ചാണ് പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശുണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറ, ഈ 50 ലക്ഷം 60 ലക്ഷത്തിനൊക്കെ അത്യാവശ്യം വാല്യൂ ഇല്ലേ, അതെടുത്ത് ചുമ്മാതെ കൊടുക്കുന്നത് എങ്ങനെയാ? ഈ ചാറ്റ് ശ്രദ്ധിച്ചാൽ അതൊരു കമ്പിച്ചാറ്റാണ്, തനി കമ്പിച്ചാറ്റാണ്. ബാക്കി പൈസയുടെ കാര്യം ഇത്രയേ ഉള്ളൂ. ആ കമ്പിച്ചാറ്റ സ്ത്രീയോട് നടത്തുമ്പോൾ ഇവര് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയാം. ഒരു സ്റ്റാറ്റസ് ഇടുന്ന ഭാഗം നിങ്ങൾ ആ വീഡിയോ ഇത് ഞാൻ വോയിസ് കേൾപ്പിക്കാം. മൊത്തം വോയിസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് എഴുതിട്ടുള്ളൂ. ആ വോയിസിനകത്ത് നീ സ്റ്റാറ്റസ് ഇടേണ്ട, നിന്നോടുള്ള സ്നേഹം എന്റെ മനസ്സിൽ വെച്ചാൽ മതി, നിനക്കുള്ളത് ഞാൻ തരുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ ഒരു ചാറ്റ്, ഒരു വൃത്തികേടാണ് പറയുന്നത്. അത് ആ പെണ്ണിനോട് പറയണമെങ്കിൽ അവര് തമ്മിലുള്ള ആ ബന്ധമാണ് പറഞ്ഞത്. എനിക്കത് കേട്ടപ്പോൾ ഷിയാസിനോടല്ല ദേഷ്യം തോന്നിയത്, ആ സ്ത്രീയോടാണ് ദേഷ്യം തോന്നിയത്, അറപ്പാണ് തോന്നിയത്. അവളൊക്കെ എന്ത് സാധനങ്ങളാണെന്ന് എനിക്ക് തോന്നി. ഏതായാലും ചാറ്റ് കേട്ട് തുടങ്ങാം. 30,000 രൂപയ്ക്ക് പണിയെടുക്കാന്ന് പറഞ്ഞു തുടങ്ങിയതാ, ഇപ്പൊ 1 ലക്ഷം അടുത്തായി. പണിക്കാശ് വാങ്ങാൻ തേങ്ങ ഒന്നും പറയണ്ട. ഒന്ന് പോടി ഒന്ന് കൊഞ്ചാതെ എന്നെ വരില്ല. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എന്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ച പിന്നെ നമ്മളാരും ശല്യപ്പെടുത്തില്ല. അങ്ങനെ കൊഞ്ചല്ലടി കൊഞ്ചല്ലേ. എനിക്ക് ഞാനും എന്റെ കുടുംബമല്ല പിന്നെ ആരുള്ള ഞാനത് പറയാം. ഇപ്പൊ നിലവിൽ അത് പൊളിക്കും.
നിർത്തടി ചിലക്കാതെ. അതെ അതെ അതെ, ഞങ്ങള് സെയിം പൈസ കേട്ടാ. അതെ, വേറെന്താ പരിപാടി? ഇക്കുന്നൊക്കെ പുറത്ത് വെച്ച് ആരുടെ മുമ്പിൽ വിളിച്ച് വിളിക്കണ്ടാ. ഓക്കെ, ഷിയൂന്ന് ഷിയോ ഓർമ്മ വാങ്ങിച്ചിടാൻ പറഞ്ഞോ ഓരോരുത്തർ. ഇതിന് വിലയുള്ളതാണേ 20,000 രൂപ ഉണ്ട്. അപ്പോൾ ഓർമ്മ ആ വിലയുടെ സൺഗ്ലാസ് ഓർമ്മ വാങ്ങിച്ചിടാൻ പറ. മരണം വരെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ആ അതാണ്. അപ്പൊ ആ ബന്ധത്തിന്റെ ഒരാഴം. പക്ഷെ ഈ 60 വയസ്സുള്ള സ്ത്രീയോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? ആ 2 ആയിട്ട് വന്നു കഴിഞ്ഞാൽ പരിപാടി ഈസി ആയിരിക്കും. ഇൻഷാല്ലാ അത് ജിം എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ നിന്റെ 20 ലക്ഷം രൂപയിൽ അത് തീർക്കണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞാൽ ഇൻഷാല്ലാ അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നീ എന്തായാലും ചെയ്തു തന്നെയുള്ളൂ. അത് ഓക്കെ ആവും എന്ന് മനസ്സ് പറയണം. ബാക്കി ഇത്തിരി ടൈറ്റ് വരുമായിരിക്കും. എന്തായാലും ഇൻഷാല്ലാ റെഡിയാക്കി എടുക്കണം. അതെന്തായാലും അത് അവിടെ നിന്ന് സാധനമൊക്കെ വാരിക്കൂട്ടി ഒന്ന് ഫിറ്റും ഇത്തിരി സ്പ്രേ പെയിനൊക്കെ ചെയ്യണം. കുറച്ചൊന്ന് വൃത്തിയാക്കണം. അതൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കണം ഇൻഷാല്ലാ. ഓക്കെ, ഇതിന്റെ എല്ലാ ഇടയ്ക്ക് അക്കൗണ്ട് 1 ലക്ഷം 10 ലക്ഷമൊക്കെ 5 ലക്ഷമൊക്കെ അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ ഇടുമ്പോൾ ഒരു സോഴ്സ് ചോദിക്കും. അതിന് പേര് നമ്മളെന്ന് പറഞ്ഞാൽ നീ എനിക്ക് പൈസ തന്നിട്ട് ആവശ്യത്തിന് മാത്രം അക്കൗണ്ടിൽ ഇടുക, എന്നിട്ട് അത് അപ്പോൾ തന്നെ ട്രാൻസ്ഫർ. അപ്പോൾ നമുക്ക് പറയാലോ ജിമ്മിന്റെ വർക്കിന്റെ പൈസ അങ്ങനെ പറയാൻ പറ്റും. അതങ്ങനെ ചെയ്തോളൂ. അങ്ങനെ ചെയ്താൽ നല്ലത്. അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് കേട്ടോ. ശരി, നോമ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാല്ലാ. ഓക്കെ, പൈസ ബാങ്ക് വഴി വയ്ക്കാതെ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. തെളിവുണ്ടാകാതിരിക്കാനുള്ള നമ്പറാണ്. അപ്പൊ 20 ലക്ഷമൊക്കെ ചോദിക്കുന്നുണ്ട് ജിമ്മ്. എല്ലാം ജിമ്മിന് വേണ്ടി എടുക്കാനാണ്. ശരിക്കും അഡ്വാൻസ് ഉണ്ടാക്കി ഇതൊക്കെ ചെയ്തുകൂടെ? മറ്റുള്ള സ്ത്രീകളുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന പോലെ പറ്റിച്ച് ജീവിക്കുന്നതിലും നല്ലത് അഡ്വാൻസ് ചെയ്യിച്ചൂടെ? ഒരു അഭിമാനമില്ല. ഏതായാലും പുള്ളിക്കാരന്റെ ബോഡി കാണിച്ചാൽ ജീവിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അടയ്ക്കണം. ജിമ്മോട് കഴിയുമ്പോൾ അത് അടയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. ഞാൻ ഒന്നും പറയാനില്ല. ശരി, എക്യുപ്മെന്റ്സിന് കുറച്ച് അഡ്വാൻസ് കൊടുക്കാന്ന്. ഓക്കെ ശരി. ഒരു സമയത്ത് എത്ര രൂപ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വലിക്കാൻ പറ്റും? ATM നിന്ന് 1 lakh എടുക്കാൻ പറ്റുമോ ഒരു ദിവസം? എനിക്ക് ആ പേഴ്സണൽ ലോൺ ഒന്ന് ക്ലോസ് ചെയ്യണം. അത് 5 ലക്ഷത്തി സംതിങ് ഉണ്ട്. അത് ക്ലോസ് ചെയ്യണം. അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. വേറെ പിന്നെ നമ്മുടെ കാർ ലോൺ, ഹൗസ് ലോൺ അത് അടച്ചടച്ച് പോയിക്കോളും. ജിമ്മിൻ്റെ പണി തുടങ്ങണം ഈ ദിവസങ്ങൾ. നോമ്പിനൊക്കെ പണി തുടങ്ങണം. വയറിങ്ങും പ്ലംബിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യണം. നമുക്ക് ഹെൽത്ത് ഈസ് വെൽത്ത്. നിങ്ങൾ ഹെൽത്ത് ശ്രദ്ധിക്കട്ടാ. എന്ത് ചെയ്യാനാ? മറ്റേ എന്തായി എന്തെല്ലാം പണിയാണ് പറയുന്നത്. വയറിങ്ങിയ കാറിന്റെ ലോണ്, പിന്നെ 5 ലക്ഷം രൂപയുടെ പേഴ്സണൽ ലോണ്, ഇതെല്ലാം എടുത്തു വെച്ചിട്ട് അതൊക്കെ മറ്റാരെ കൊണ്ടേലും അടുപ്പിക്കാനുള്ള സൂത്രമാണ് ഈ പറയുന്ന മുഴുവൻ. തിരിച്ചു കൊടുത്തിരിക്കുന്നത് എന്താണ്? അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്നേഹമായിരിക്കാൻ തിരിച്ചു കൊടുത്തിരിക്കുന്നത്. ആ സ്ത്രീയെ പറ്റിച്ചത് തന്നെയാണ്. ഇൻഷാല്ലാ ഉദ്ഘാടനം വെക്കണം. മാളിനെ വരുത്തിക്കാം. എൻ്റെ നല്ലതിനും ചീത്ത സമയത്തും നല്ല സമയത്ത് എപ്പോഴും കൂടെ ഉണ്ടായാൽ മതി. സപ്പോർട്ടായിട്ട്, താങ്ങായിട്ട്, തണലായിട്ടും. അത് അതിനിടയിൽ എന്ത് നടന്നാലും നമുക്ക് ബോണസ് അത്രയുണ്ട്. എനിക്ക് ഒരു കുഴപ്പമില്ല. നീ എപ്പോഴും എൻ്റെ മരണം വരെ ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ നീ എൻ്റെ സന്തോഷത്തിനോടെ ഉണ്ടാവും, മണ്ണിടാനൊക്കെ ആയിട്ട്. നീ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാവും. അത്ര മതി. അവൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ശ്രദ്ധിക്കും എന്ന് പറയണേ. ദിവസം അനീറ്റ നമ്മുടെ അപ്പൂൻ്റെ ഗേൾഫ്രണ്ട്, അവളെന്ന് പറഞ്ഞു നജുമാനെ ഫ്ലാറ്റ് സ്റ്റാറ്റസ് ഫുള്ള് ഷിയാസിക്കാന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മാൾ ചോദിച്ചു, അവൾ നജുമാക്ക് വലിയ ബോയ് ഫ്രണ്ട് വല്ലതും ഉണ്ടോ, ഇടയ്ക്ക് തന്നെ ഈ ലവിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പ്രാന്താന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞാണ്, ജസ്റ്റ് ടോക്കൊന്നും അത്രേ ഉള്ളൂ. അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ്. നീ ലവും ക്യൂവൊന്നും അതിൽ ഇടണ്ടെന്നാണ് അധികം. അത് നിൻ്റെ വില പോവും. നിനക്ക് ലവ് ഉണ്ടെങ്കിൽ നിൻ്റെ വായിലേം തരുന്നുണ്ട്, കുടിച്ചോ. അവൾ ശ്രദ്ധിക്കും എന്ന് പറഞ്ഞാണ്. നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ. നിനക്കറിയാതെ എങ്ങനെ ഡീൽ ചെയ്യുന്നത്. അതിൽ മോനെന്നൊക്കെ പറഞ്ഞിട്ടാൽ മതി. ഞാനങ്ങനെ ഒന്നുമില്ല. അത് ഒഴിവാക്കണതിന് അത് നിന്നെ ഭയങ്കര കാര്യമാണ്. ഉമ്മാനെ പോലെയാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. അത് കുഴപ്പമില്ല. നീ നൈസായിട്ട് വിഷയമൊന്നുമില്ല. അങ്ങനെ വിചാരിക്കണ്ട. അത് കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. ആയിക്കോട്ടെ. നീ ഇമാതിരി സ്റ്റാർട്ടസ് പറഞ്ഞോട്ടെ. നിൻ്റെ സാമാനം അടിച്ചാൽ പൊളിക്കും. ഉള്ളതിനാ നിനക്ക് മനസ്സിലാവില്ല. നിനക്ക് ഇത്തിരി ബുദ്ധിയില്ലായ്മ ഉണ്ട്.
നിൻ്റെ ഈ സ്റ്റാറ്റസുകളിലൊക്കെ ഒന്ന് കുറച്ചോട്ടോ. കാര്യം എൻ്റെ ഫോട്ടോ അധികമൊന്നും ഇടണ്ട, നമുക്ക് ചിലപ്പോൾ പണി കിട്ടും. ഓക്കെ, പണി ജിമ്മൊന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഉഷാറാവും. ഈ ഒരു ചാറ്റ് ഭാഗമാണ് തനി വൃത്തികെട്ട ഭാഗം. അതായത് നജ്മ എന്നാണ് ആ പെൺകുട്ടിയുടെ പേരെന്ന് മനസ്സിലാകുന്നു. 60 വയസ്സൊന്നുമില്ലെന്ന് നമുക്ക് ഇതിലൂടെ പിടികിട്ടിയിട്ടുണ്ട്. അപ്പൊ ടാറ്റസ് ഇടുമ്പോൾ മറ്റുള്ളവർക്ക് സംശയമാകും. ഷിയാസ് കരീമിന്റെ ഫോട്ടോ തന്നെ എപ്പോഴും ഇട്ടാൽ മറ്റുള്ളവർക്ക് സംശയമാകും. നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്ന തനി വൃത്തികേടാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ആ സ്ത്രീയോട് അത് ഈ ഷിയാസ് കരീം പറയുമ്പോൾ ഇവർ തമ്മിലുള്ള ആ റിലേഷനാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അത്രയും ഉള്ള റിലേഷൻ ഉണ്ട് അവർ തമ്മിൽ. അത് ആ സ്ത്രീയോടാണ് എനിക്കിത് കേട്ട് പറപ്പ് തോന്നിയത്, ഷിയാസ് കരീമിനോടല്ല. പിന്നെ ഇനി അടുത്തത് കേൾക്കാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഇടയ്ക്കൂടെ കിട്ടിയ ഒരു വോയിസാണ്. മാരാര് ഷിയാസ് കരീമിനെ ഭീഷണിപ്പെടുത്തുന്നു. നിനക്ക് എത്ര സ്ത്രീ വിഷയം ഉണ്ടെന്നറിയോ, എടുത്ത് പുറത്തിടും എന്നൊക്കെ പറഞ്ഞു. ഇനി അങ്ങനെ വല്ല പുറത്ത് വന്നാണോ ഇതെന്നറിയില്ല. എന്താണെങ്കിലും പുറത്ത് വന്ന വോയിസ് ഇപ്പൊ നമ്മൾ കേട്ടു. അത് AI ഒന്നും ആയിട്ട് തോന്നുന്നില്ല, സത്യസന്ധമായിട്ടൊക്കെയുള്ള ഒരു രീതിയാണ് കണ്ടിട്ട് തോന്നുന്നത്. ഏതായാലും മാരാരുടെ വോയിസ് ഇവിടെ കേട്ടേക്കാം. മാരാര് ശരിക്കും ഈ ഭീഷണിപ്പെടുത്തുമ്പം ഈ നജ്മ എന്ന് പറയുന്ന ഒരു വമ്പൻ സ്രാവിനെ പറ്റി ആലോചിച്ചിട്ടില്ല. വെറുതെ ചെറിയ ചെറിയ കേസുകളെങ്ങാണ്ടാണ് പെരുമ്പാവൂരുള്ള ചെറിയ ചെറിയ കേസിലുള്ള പെണ്ണുങ്ങളെ കൊണ്ട് പുറത്തിറക്കിച്ചാൽ ഉണ്ടല്ലോ അതിന്റെ കാര്യം കഴിയുമെന്നാ ഭീഷണിപ്പെടുത്തിയ. പക്ഷെ ഇത് ശരിക്കുള്ള റിലേഷൻഷിപ്പാണ് ഇയാളുമായിട്ട്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, ഷിയാസ് കരീമിന്റെ പുറത്ത് എത്രയോ കേസുണ്ടാകുന്നു. ഷിയാസ് കരീം പറയുന്നു അതെല്ലാം കള്ളക്കേസാന്ന് പറയുന്നു, സ്ത്രീകൾ കൊണ്ടെന്നിങ്ങനെ. കാരണം ഇപ്പൊ ഈ സ്ത്രീകൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് സ്ത്രീ സംരക്ഷണ നിയമം വെച്ച് ഈ പീഡന പരാതിയായിട്ട് നടക്കുന്നുണ്ട്. സ്ത്രീകൾ ഇത് പറയുന്നതിനെ ഇപ്പോൾ ആരും മാനിക്കുന്നില്ല. എല്ലാം കള്ളക്കേസായിട്ട്. കാരണം അങ്ങനെ ഒത്തിരി ആണുങ്ങളുടെ ജീവിതം സ്ത്രീകൾ നശിപ്പിച്ചു, ഫ്രോഡ് പെണ്ണുങ്ങൾ. അതുകൊണ്ട് നമുക്ക് ഏതാണ് സത്യം എന്നറിയില്ല. പക്ഷേ ഈ സ്ത്രീ ഈ ഇട്ടിരിക്കുന്ന വോയിസ് വിശ്വസിക്കാം എന്ന് തോന്നുന്നു. AI ആയിട്ടുണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ രണ്ടാമത് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഷിയാസ് കരീം ബുദ്ധിമാനാണ്. അതായത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മുടെ അശ്വിനി സബ്സ്ക്രിപ്ഷൻ നടത്തി ശരീരം കാണിച്ച് പൈസ ഉണ്ടാക്കിയ പോലെ തന്നെ ഈ പുള്ളിക്കാരൻ ജിമ്മിലൊക്കെ പോയി അത്യാവശ്യം ജിമ്മനായിട്ട് നിന്നിട്ട് ആ ശരീരം കാണിച്ച് അതിൽ വീഴുന്ന പെണ്ണുങ്ങളെ മയക്കി കാശുള്ള, ഇത് മുസ്ലിം വ്യവസായി പെൺകുട്ടിയാകട്ടെ. ഈ നജ്മ എന്ന് പറഞ്ഞ ഈ ലേഡി മുസ്ലിം വ്യവസായി ആയിട്ടാണ് പറയുന്നത് അവരുടെ കയ്യിൽ നിന്ന്. അപ്പൊ അങ്ങനെ പൈസ ഉള്ളവരെ തപ്പിപ്പിടിച്ച്, കാശുള്ളവരെ തപ്പിപ്പിടിച്ച് അവരെ പ്രണയത്തിൽ കുരുക്കി ലാസ്റ്റ് അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ലക്ഷങ്ങൾ മേടിക്കുക. ഇപ്പൊ മേടിച്ച ലക്ഷങ്ങളൊന്നും നേരത്തെ പറഞ്ഞ പെണ്ണും ഈ ആദ്യത്തെ വീട് വെക്കാൻ ആ പെണ്ണാണ് കാശ് മുടക്കിയെന്നാണ് ആ പെണ്ണ് പറയുന്നത്. ആദ്യം ഉണ്ടായിരുന്നത്, ആദ്യം എറണാകുളത്ത് ജിമ്മോ അങ്ങാണ്ടുള്ളപ്പം ഒരു കുട്ടിയുള്ള ഒരു സ്ത്രീയെ ഇവര് പറയുന്ന കുട്ടി ഉണ്ടെന്നുള്ളത് മറച്ചു വെച്ചു അതായതാന്നൊക്കെ ഇവര് പറയും. ഏതായാലും അതും ലക്ഷങ്ങളുടെ ബിസിനസ്സാണ് പറയുന്നത്. ഇതും വെറുതെ ഉള്ളതല്ല, ഇതും 65 ലക്ഷമാണ്. അപ്പം എന്റെ അഭിപ്രായത്തിൽ ഈ ബോഡി കാണിച്ച് വീഴിക്കരുത്. ഇത്രയും കാലം ആണുങ്ങൾ അയ്യോ സ്ത്രീകൾക്ക് മാത്രം ദൈവം അതും ഇതും കൊടുത്തു, ഞങ്ങൾക്ക് കൊടുത്തില്ലേ എന്നും പറഞ്ഞ് കിടന്ന് കുറെ പരാതി പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നു. സബ്സ്ക്രിപ്ഷൻ ഒന്നും വേണ്ടെന്നേ. ഇതുപോലെ ഷിയാസ് കരീമിനെ പോലെ ബുദ്ധിയുള്ള ആണുങ്ങൾ ഒരു സൈഡിൽ കൂടെ കാശുണ്ടാക്കി പോകുന്നുണ്ട്. ഈ വല ചെന്ന് വീഴാൻ ഇഷ്ടംപോലെ പെണ്ണുങ്ങളും ഉണ്ട്. കാശുള്ള പെണ്ണുങ്ങൾ ബോഡി കണ്ടും ഇഷ്ടം തോന്നി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ നജ്മ ഈ രേഖയൊക്കെ തരുമ്പോഴും ഓൾറെഡി ഷിയാസിന്റെ കല്യാണം അറിയാത്തവരാരുമില്ല. അപ്പൊ ഷിയാസിന് ഒരു ഭാര്യയുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, എല്ലാ കാര്യവും അറിയാം. അതിനു മുന്നേ ഒരു സ്ത്രീ പീഡന പരാതി കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യവും സോഷ്യൽ മീഡിയ എന്നറിയാം. എന്നിട്ടും ഷിയാസിനോട് ഇവര് പോയി അടുക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഷിയാസിൽ ഒരാകർഷണം തോന്നിയിട്ടുണ്ട്. അപ്പൊ അവരും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്, തെറ്റ് ചെയ്യാതൊന്നും ഇരുന്നിട്ടില്ല. പിന്നെ കാശ് മേടിച്ചെടുത്തത് അതൊരു അന്തസ്സില്ലാത്ത പരിപാടിയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.